എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സോറോ അവനാണെങ്കിൽ അത്രയും നേരവും ഡ്രിങ്ക്സ് ഒന്നും അടിക്കില്ല എന്ന് പറഞ്ഞ് ശബ്ദത്തോടെ തിരിക്കുകയായിരുന്നു. പക്ഷെ കൺട്രോൾ പോയ സോറോ ആണെങ്കിൽ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് അവൻ്റെ അടുത്തേക്ക് വരും. അവരെല്ലാവരും അവന് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുകയാണ്. സോറോ ആണെങ്കിൽ കൈഡോ അവൻ എവിടെയുണ്ടെന്ന് ചോദിക്കും. കാരണം ലൂഫി അവൻ തീർച്ചയായിട്ടും കൈഡോയുടെ അടുത്തേക്ക് എത്തുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ആ സോൾജിയർ ആണെങ്കിൽ കൈഡോ ഉള്ള സ്ഥലം അത് എക്സാക്റ്റ് ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. ഉടനെ സോറോ അവന്റെ കൈ തട്ടി മാറ്റി ഇപ്പൊ കൈഡോയെ ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു പോവാണ്. മറ്റൊരു ഭാഗത്ത് ആ ടൊബിറോ കൂട്ടം അവരും ഇപ്പൊ കൈഡോയെ കാണാനായിട്ട് അതേ വഴിയിലൂടെ കടന്നു വരികയാണ്. ആൾട്ടി പെണ്ണാണെങ്കിൽ നിർത്താതെ അവരെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ചും വെറുപ്പിച്ചും കൈഡോയുടെ അടുത്തേക്ക് വരികയാണ്. കൈഡോ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ ഡ്രിങ്ക്സ് കഴിച്ചോ? അവർ പറയും, അല്പം ഡ്രിങ്ക്സ് ഞങ്ങൾ കഴിച്ചു. കുഴപ്പമില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ബിഗ് മോമിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. അതിനുശേഷം മെയിൻ ഹാളിലേക്ക് പോയി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പാർട്ടിയൊക്കെ ആഘോഷിച്ച് ഡ്രിങ്ക്സ് അടിക്കാമെന്ന് പറയും. അതിനവരും ഓക്കെ പറയാണ്. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം ആണെങ്കിൽ കുറച്ച് ഫ്രഷായി നല്ല സുന്ദര കുട്ടപ്പിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് പേര് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. വലിയൊരു പാട്ടയിൽ ഒറ്റയ്ക്കൊക്കെ കലക്കിയാണ് ഇപ്പോൾ ബിഗ് മോമിന്റെ ചുണ്ടില് അർച്ചറം പൊച്ചറം ആഞ്ഞടിക്കുക. ഇവിടെ കൈഡോയുടെ അസിസ്റ്റൻസിലെ രണ്ടുപേര് അവരാണെങ്കിൽ തീർത്തു പറയും, ക്വീൻ്റെ പാട്ട് വളരെ മോശമാണ്. ക്വീനെ തൂക്കി എറിഞ്ഞ് ഞങ്ങൾ ഉറപ്പായിട്ടും ലീഡ് പെർഫോമേഴ്സ് ആവും. അത് കേട്ട് കിങ് ആണെങ്കിൽ അവരെ പരിഹസിക്കാനായിട്ട് തുടങ്ങും. അവർക്കാണെങ്കിൽ അതിൽ കൺട്രോൾ പോവാണ്. കൈഡോ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഇത് ഫൈറ്റ് ചെയ്യാനോ തമ്മിൽ തർക്കിക്കാനോ ഉള്ള സമയമല്ല, ചെറിയൊരു പ്രോബ്ലം അത് സോൾവ് ചെയ്യാനുണ്ട്. വേണം അത് സോൾവ് ചെയ്യാനെന്ന് പറഞ്ഞ് കിങ്ങിനോട് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. കിങ് ആണെങ്കിൽ ഒരു ഭാഗത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റൊരു പെണ്ണ് അവൾ ഫ്ലൈ ചെയ്ത് ഇവിടെ അടുത്തേക്ക് വന്ന് അവന്റെ ഇന്നത്തെ ഷെഡ്യൂൾ പ്രോഗ്രാംസ് അതൊന്നൊന്നായി ഇപ്പോ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം അത് ക്വീൻ്റെ സോങ്, രണ്ടാമതായിട്ട് കൈഡോയുടെയും ബിഗ് മോമിന്റെയും എൻട്രി, മൂന്നാമതായിട്ട് ഒറോച്ചി അസിസ്റ്റൻസും അവിടേക്ക് വന്ന് കൈഡോയും ബിഗ് മോമും അവരൊന്നു ചേർന്ന കാര്യം അത് എല്ലാവരും അറിയിക്കും. ഏറ്റവും അവസാനമായിട്ട് ഒരു വലിയ അനൗൺസ്മെന്റ് അത് നടത്താനുണ്ടെന്ന് പറയും. ആൾട്ടിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ആ അനൗൺസ്മെന്റ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുകൂടെ. അത് കേട്ട് കൈഡോ ആണെങ്കിൽ അവളെ വിലക്കും. നീ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പാടില്ല. അത് ഒരു വലിയ ഇൻഫർമേഷനാണ്. അത് പ്രോഗ്രാമിന് ഏറ്റവും ലാസ്റ്റ് തന്നെയായിരിക്കും നിങ്ങളെ അറിയിക്കുക. അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം അത് കാണാൻ വന്ന എല്ലാവരെയും അപ്പോൾ തന്നെയായിരിക്കും ഞങ്ങൾ അറിയിക്കുക. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. എൻ്റെ മകനെ ഒരുപാട് സമയമായി ഞാൻ അന്വേഷിക്കുന്നു. അവനെ എത്രയും വേഗം കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദൗത്യം. അവർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അവസാനമായിട്ട് അവർ എല്ലാവരും അറിയിക്കാനായിട്ട് പോകുന്നതെന്ന്. കൈഡോ ആണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും വലിയ ആഗ്രഹം ലീഡ് പെർഫോമറായി മാറണം എന്നല്ലേ? നിങ്ങൾ എൻ്റെ മകനെ കറക്റ്റായിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ക്വീനെ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്കും ലീഡ് പെർഫോമറായി മാറാന്ന് പറയും. അത് കേട്ട് അവർക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവർ ആ മിഷൻ ഏറ്റെടുക്കും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇതാ ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവന്റെ മുൻപിൽ തന്നെ അവർ വീണ്ടും വീണ്ടും ഒരുപാട് റെഡ് ബീൻ സൂപ്പുകൾ ഇവരെ ദേഹത്തൊഴിച്ചും തറയിലേക്ക് ഒഴിച്ചും കളിക്കാനായിട്ട് തുടങ്ങും. ലൂഫിയുടെ ഹാർട്ട് ബീറ്റും ദേഷ്യമൊക്കെ ഇരട്ടിയാവും. കാരണം സാധാരണ ജനങ്ങള് അവർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. ആ സമയത്താണ് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഈ റെഡ് ബീൻ സൂപ്പ് ഇവർ വേസ്റ്റ് ആക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത യൂസ്റ്റസ് കിഡ് അവനും ടീമും ആണെങ്കിൽ ഓൾമോസ്റ്റ് കൈഡോയുടെ തൊട്ടടുത്ത് എത്താനായി കഴിഞ്ഞു. ഉടനെ കുറച്ച് സോൾജിയേഴ്സ് അവരെ തടയും. നിങ്ങൾ കൈഡോയെ കാണാനാണോ ശ്രമിക്കണേ? അദ്ദേഹം സ്റ്റേജിലേക്ക് വരും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് പാർട്ടി ആസ്വദിക്കാനുള്ള സമയമാണെന്ന് പറയും. അതിന് യൂസ്ലെസ് കിഡാണെങ്കിൽ ആ ഡ്രിങ്ക്സ് മേടിച്ച് കുടിച്ച് അവനെ എൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിച്ച് അവനോട് പറയും, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനുണ്ട്. സോ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് അവരെ തള്ളി മാറ്റി നടന്നു പോകും. ആ സോൾജിയേഴ്സിനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവര് ആ കാഴ്ച കണ്ട് അങ്ങനെ അത്ഭുതത്തോടു കൂടെ അവരെ തന്നെ നോക്കുകയാണ്. അതേസമയം ഇവിടെ സോറോ ആണെങ്കിൽ ഒരുപാട് നേരമായി അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇതുവരെ കൈഡോയുടെ അടുത്തേക്ക് പോകാനായിട്ട് അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവൻ പോയ വഴിയിലൂടെ തന്നെ വീണ്ടും തിരികെ എത്തുകയാണ്. ഓ നോ, ഇത് ഞാൻ പോയ അതേ വഴി തന്നെയാണെന്ന് പറഞ്ഞ് അവൻ ചെറുതായിട്ട് തർക്കിച്ച് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്ത ആ സോൾജിയേഴ്സിന്റെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ സോറോയെ കണ്ട് കളിയാക്കും, നീ ഇതുവരെ അവിടെ എത്തിയില്ലേ? കാണാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ലേ? ഒരുപക്ഷെ നീ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് കറങ്ങി കിറങ്ങി നടക്കുന്നതുകൊണ്ടായിരിക്കും നിനക്ക് പ്രോപ്പറായിട്ട് ഇവരോട് അടുത്തേക്ക് എത്താൻ കഴിയാത്തതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ സോറോയെ നോക്കി കളിയാക്കും. സോറോ ഒക്കെ ആണെങ്കിൽ കൺട്രോൾ പോവും. അവൻ പല്ല് കടിച്ച് അങ്ങനെ സമാധാനത്തിൽ നിൽക്കും. സോൾജിയേഴ്സ് ഇപ്പൊ അവന് കുറച്ചുകൂടെ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ അങ്ങനെ ഓഫർ ചെയ്യാണ്. നീ ഡ്രിങ്ക്സും കുറച്ച് ഫുഡും കൂടെ കഴിച്ചു പോയാൽ തീർച്ചയായിട്ടും നിനക്ക് കൈഡോയുടെ കയ്യിൽ
നിനക്ക് കൈഡോയുടെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയും. നിന്റെ എനർജിയൊക്കെ ഇത്രയും നേരവും നടന്ന് തീർന്നു പോയി കാണും. ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല എനർജി കിട്ടുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ചിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ ആ ഫുഡിലേക്ക് നോക്കും. അത് നല്ല ഫ്രഷ് ആയിട്ട് ഹൈജീനിക് ആയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ അവരാണെങ്കിൽ പഴയ ഫുഡിന് വേണ്ടി മത്സരിച്ചും അടി കൂടുമ്പോൾ ഇവരിവിടെ ഒരുപാട് ഫ്രഷ് ഫുഡ് അത് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവനവന്റെ കൈ ചുരുട്ടി ഇപ്പൊ അവരെ അറഞ്ചം പുറഞ്ച് അടിക്കുകയാണ്. അതിൽ അവർക്കും കൺട്രോൾ പോയി. അവരാണെങ്കിൽ ആ ഡ്രിങ്ക്സിലും ഫുഡിലും അന്നം പിന്നെ ചവിട്ടി മതിച്ച് ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. സോറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ആ പാവപ്പെട്ട ജനങ്ങളെ ഓർമ്മ വരും. അവരാണെങ്കിൽ മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് വർഷങ്ങളായി. അതേസമയം ഇവിടെ ലൂഫിക്കും അവന്റെ കൺട്രോൾ മൊത്തം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവർ റെഡ് ബീൻ സൂപ്പ് അവന്റെ മുൻപിലൂടെ അറഞ്ചം പുറഞ്ചും പരസ്പരം ദേഹത്തേക്ക് ഒഴിച്ചും നിലത്തൊഴിച്ചും അങ്ങനെ കളിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാനാവില്ല. ഒരു ഭാഗത്ത് ജനങ്ങൾ പണിയിലും ബുദ്ധിമുട്ടിലും ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഇവരിവിടെ ദൂർത്തടിച്ചും ഈസ്റ്റാക്കിയും ആനന്ദം കണ്ടെത്തുകയാണ്. മാത്രമല്ല ആ പാവം ജനങ്ങളെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും അവരതിൽ സന്തോഷം തേടും. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവരോട് ചോദിക്കും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇത്രയും ഫുഡും ഇത്രയും ഡ്രിങ്ക്സും ഒക്കെ നിങ്ങൾ എന്തിനാ വേസ്റ്റ് ചെയ്യണേ? അതിനവർ പറയും, ഞങ്ങളുടെ ഡ്രിങ്ക്സും ഫുഡും ഒക്കെയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളിതെല്ലാം ചെയ്യും, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് പിടികിട്ടും. അവൻ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ബാരലിലുള്ള റെഡ് ബീൻ സൂപ്പ് അതാണെങ്കിൽ ഓരോരോ ബാരലായിട്ട് അവന്റെ വായിലേക്ക് ഒഴിച്ച് കുടിക്കുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അവനത് കുടിക്കുന്നത് കണ്ട് ഭയങ്കര അത്ഭുതം. അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവനോട് ചോദിക്കും, നിനക്ക് ഈ റെഡ് ബീൻ സൂപ്പ് ഇത്രയധികം ഇഷ്ടമായോ? അതിന് ലൂഫി പറയും, അതെ, ഇതിന്റെ ടേസ്റ്റ് അത് അടിപൊളിയാണ്. ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് ഇനിയും ഇതുപോലുള്ള സൂപ്പുകൾ തരാമെന്ന് പറഞ്ഞ് 3 പേരാണെങ്കിൽ വലിയ ബാരൽ റെഡ് ബീൻ സൂപ്പുമായിട്ട് അവിടേക്ക് വരും. അത് ലൂഫിക്ക് നേരെ ഒഴിക്കാൻ അവരങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് ലൂഫി അവരെ 3 പേരെയും തട്ടിത്തെറിപ്പിച്ച് ആ ബാരൽ അത് സേഫ് ആക്കി താഴെ വെക്കും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ ചെയ്യും. അവിടെ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഒരു ഗ്ലാസ് റെഡ് ബീൻ സൂപ്പിന് വേണ്ടി ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ഓരോ ഡ്രോപ്പ് പോലും ഒരുപാട് ആസ്വദിച്ചും ഒരുപാട് രസിച്ചുമാണ് അവൾ കുടിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപറ്റ ആളുകൾ അവിടെ നരകിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇതൊക്കെ വേസ്റ്റ് ചെയ്യുന്നു. അവർക്കാണെങ്കിൽ ലൂഫിയുടെ എക്സ്പ്രഷനും ഡയലോഗും ഒക്കെ കേട്ട് ഒരുപാട് ചിരി വരും. അവർ നൈസായിട്ട് ആ ബാരൽ തട്ടിത്തെറിപ്പിച്ച്, ഇതൊക്കെ ഞങ്ങളുടെ വെറും ഒരു ഫൺ ഗെയിമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ഇവിടെ ചെയ്യും, ഞങ്ങൾ കൈഡോയുടെയും ഒറോച്ചിയുടെ അസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അതോടുകൂടെ ലൂഫി കൺട്രോൾ ചെയ്തു വെച്ച അവന്റെ ഇമോഷൻസ് അത് മുഴുവനായിട്ടും പൊട്ടി. ഫുൾ കലിപ്പില് കൈ അങ്ങനെ ചുരുട്ടി മുകളിലേക്ക് എടുത്തു ചാടി കൈ വീശി അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി. ആ ബാരൽ തട്ടിത്തെറിപ്പിച്ചവന്റെ മുഖത്തിന്റെ ഷേപ്പ് അതപ്പൊ തന്നെ ചേഞ്ച് ആവും. മാത്രമല്ല അടുത്ത് നിന്നവരും ആ ഒരു അടിയുടെ ഇമ്പാക്റ്റിൽ ദൂരേക്ക് തെറിച്ചു പോകും. അതേസമയം സോറോ ആണെങ്കിൽ ആ സോൾജിയേഴ്സിനെ 2 പേരെയും ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. അപ്പോഴായിരിക്കും ലൂഫിയുടെ ഫൈറ്റ് അതവൻ ശ്രദ്ധിക്കുക. അവൻ ആ ഭാഗത്തേക്ക് നടന്നു വരും. ചുറ്റും ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരാണെങ്കിൽ ലൂഫിയുടെ അറ്റാക്ക് കണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ തലയ്ക്ക് കോയക്കും. ലൂഫിയുടെ ഫൈറ്റ് കണ്ട് തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഇവനെല്ലാം തന്നെ ഫ്ലോപ്പ് ആക്കും, നമ്മുടെ പ്ലാൻ അതെല്ലാം തന്നെ തകരും ചിന്തിച്ച് അവൻ അങ്ങനെ അല്പനേരം നിരാശയിൽ നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ ഹാപ്പി ആവുകയാണ്. കാരണം ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അത് ലൂഫിയുടെ മേലെയാണ്. ഈ ഗ്യാപ്പിൽ നൈസായിട്ട് കൈഡോയെ തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ് അവനും ടീമും കൈഡോയെ ലക്ഷ്യമാക്കി പോവും. സോറോ ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് എത്തും. കാര്യം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ സോറോ അവനവന്റെ ആ ഒരു പുതിയ സ്ക്വാഡ് അതെടുത്ത് ആ ഒരു വലിയ മാൻഷന്റെ ഒരു വലിയ പീസ് അതങ്ങനെ വെട്ടി താഴെയിടുകയാണ്. ആൾക്കാർ ഡൈവേർട്ട് ആവുന്ന ഗ്യാപ്പിൽ അവൻ ലൂഫിയോട് പറയും, നീ ഇങ്ങനെ പോവാണെങ്കിൽ കിന്നിന്റെ പ്ലാൻ അത് മുഴുവനായിട്ടും സ്പോയിലാവും. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മുടെ മെയിൻ ലക്ഷ്യം അതാ കൈഡോയും ഒറോച്ചിയുമാണ്. അതിന് ലൂഫി ആണെങ്കിൽ സോറോട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഇവർ ഈ റെഡ് ബീൻ സൂപ്പ് അത് നശിപ്പിച്ചു കളയാണ്. ഒരു ഭാഗത്ത് പാവപ്പെട്ട ജനങ്ങള് അവർക്ക് വർഷത്തിൽ ഒരിക്കൽ പോലും കഴിക്കാനായിട്ട് നല്ല ഫുഡില്ല. ആ സമയത്താണ് അവരത് ചെയ്യുന്നത്. ആ വയലറ്റ് പെണ്ണ് അവള് കുടിക്കാൻ ആഗ്രഹിച്ച സൂപ്പാണ് ഇവര് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അത് കേട്ട് ഇപ്പൊ സോറോയ്ക്കും കൺട്രോൾ പോവും. അവർ 2 പേരും ആ സോൾജിയേഴ്സിനെ ടെററായി നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.